ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രില്ലിൻ സീരിയൽ. ഞാൻ ഇന്നിവിടെ പാടാത്ത പൈങ്കിളി സീരിയലിലെ 14 ഡിസംബർ 2020, അതായത് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഏഷ്യാനെറ്റ് സീരിയൽ റിവ്യൂസ് പതിവായി ലഭിക്കുന്നതിന് വേണ്ടി ത്രില്ലിൻ സീരിയൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് സുശീലാമ്മയെ സഹായിക്കാൻ കൺമണി അടുക്കളയിൽ കയറിയതിനെ തുടർന്ന് ഇത് കണ്ടുവന്ന സ്വപ്ന അനന്യയോടായി സുശീലാമ്മയെ സഹായിക്കാനായി ആവശ്യപ്പെടുന്നു. എന്നാൽ അനന്യ അതിന് തയ്യാറാകുന്നില്ല. സ്വപ്ന തന്നെ പോയി സുശീലാമ്മയെ സഹായിക്കാനാണ് അനന്യ പറയുന്നത്. രണ്ടുപേർക്കും കൺമണിയെ ദ്രോഹിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും മേലനങ്ങി പണിയെടുക്കാനുള്ള മടി കാരണം സുശീലാമ്മയെ സഹായിക്കാൻ രണ്ടുപേരും തയ്യാറാകുന്നില്ല. ഇതേസമയം അടുക്കളയിൽ സുശീലാമ്മ പറയാതെ തന്നെ കൺമണി ഓരോ കാര്യങ്ങളും അറിഞ്ഞു തന്നെ ചെയ്യുകയാണ്. സുശീലാമ്മയുടെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ ഒരു പാത്രം താഴേക്ക് വീണു. സുശീലാമ്മയുടെ കാലിൽ പരുക്ക് പറ്റുന്നു. എന്നാൽ കൺമണി പെട്ടെന്ന് തന്നെ സുശീലാമ്മയുടെ കാല് തടവി കൊടുക്കുന്നു. കൺമണി തടവുമ്പോൾ സുശീലാമ്മയ്ക്ക് ആശ്വാസം കിട്ടുന്നു. ഇതേ സമയം സുശീലാമ്മയുടെ മുഖത്ത് സന്തോഷവും കാണാമായിരുന്നു. കാരണം എനിക്കൊരു ആപത്ത് വന്നാൽ ഇവൾ എന്നോടൊപ്പം ഉണ്ടാകും എന്നൊരു ഭാവമായിരുന്നു സുശീലാമ്മയുടെ മുഖത്ത്. കൺമണി സുശീലാമ്മയുടെ കാല് തടവി കൊടുക്കുന്ന കാഴ്ച കണ്ടാണ് ആനന്ദ് വർമ്മ അടുക്കളയിലേക്ക് വരുന്നത്. ഈ കാഴ്ച കണ്ട ആനന്ദ് വർമ്മയ്ക്ക് സന്തോഷമാകുന്നു. ആനന്ദ് വർമ്മ സുശീലാമ്മയോടായി, അല്ല, നിങ്ങളുടെ പിണക്കമൊക്കെ മാറിയോ? ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണോ ഭക്ഷണം പാകം ചെയ്യുന്നത്? എത്ര നാളായി നിങ്ങളിങ്ങനെ കണ്ടിട്ട്? സുശീലാമ്മയുടെ ഇത് പഴയതുപോലെ ദേഷ്യപ്പെടാതെയുള്ള പ്രതികരണമായിരുന്നു. ശേഷം കാണിക്കുന്നത് സുശീലാമ്മ ആനന്ദ് വർമ്മയോട് ദേവയുടെ കോളേജ് ഫ്രണ്ട് വരുന്നതായി പറയുന്നു. ദേവ പോലും അറിയാതെയാണ് വരുന്നതെന്നും സ്വപ്നയാണ് തന്നോട് ഇത് പറയുന്നതെന്നും പറയുമ്പോൾ തന്നെ ആനന്ദ് വർമ്മയ്ക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നു. പിന്നീട് സ്വപ്ന അനന്യയോട് ദേവിയുടെ കൂട്ടുകാരെ വിളിച്ചു വരുത്തുന്നത് താനാണെന്നും അങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തർ വീട്ടിൽ വരുമ്പോൾ കൺമണിയെ ഓർത്ത് സുശീലാമ്മ നാണം കെടണമെന്നും അവസാനം അവളെ പിടിച്ച് പുറത്താക്കണമെന്നും സ്വപ്ന അനന്യയോട് പറയുന്നു. ഇതേ സമയം കൺമണി കനകയ്ക്ക് ക്ലാസ് എടുക്കുന്നു. ദേവയുടെ കൂട്ടുകാർ വരുമെന്നും അവരോട് എങ്ങനെ പെരുമാറണമെന്നും ഒക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കാനൊന്നും ഞാൻ വരില്ല, വലിയ ആളുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ എനിക്ക് മുട്ട് വിറയ്ക്കുമെന്നൊക്കെ കനക പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും കൺമണി വിടുന്നില്ല. കൺമണിയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ കനക സമ്മതിക്കുന്നു. താനും ദേവിയും കൂട്ടുകാർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായി ആദ്യം അവരുടെ അടുത്തേക്ക് വരില്ല എന്നും കൺമണി പറയുന്നുണ്ട്. തൻ്റെ മാക്സിമം താൻ അവരെ ട്രീറ്റ് ചെയ്യുമെന്ന് കനക കൺമണിക്ക് ഉറപ്പ് കൊടുക്കുന്നു. ശേഷം കാണിക്കുന്നത് ദേവയുടെ സുഹൃത്തുക്കൾ 4 പേർ വീട്ടിലേക്ക് വരുന്നു. സ്വപ്നയും അനന്യയുമാണ് അവരെ സ്വീകരിച്ചിരുത്തുന്നത്. സുശീലാമ്മയും ആനന്ദ് വർമ്മയും അവരോട് കുശലാന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇതേ സമയം ദേവയുടെ കൂട്ടുകാർ ദേവ നാട്ടിൽ വന്ന് ജോലിയിൽ ജോയിൻ ചെയ്തിട്ടും ഒന്ന് അറിയിച്ചതുപോലും ഇല്ലെന്ന് പരാതിപ്പെടുന്നു. എന്നാൽ ആനന്ദ് വർമ്മ ദേവ നിങ്ങളെ അങ്ങനെ അറിയിക്കാതിരിക്കില്ലെന്നും വിശദമായി വിളിച്ച് പറയാനിരുന്നതാണെന്നും അഭിപ്രായപ്പെടുമ്പോൾ സ്വപ്ന അതിനിടയിൽ ഇടപെടുന്നു. അച്ഛൻ എപ്പോഴും ദേവയെ സപ്പോർട്ട് ചെയ്യുമെന്നും അവൻ പഠിച്ച കള്ളനാണെന്നും പറയുന്നു. ദേവയുടെ കല്യാണം കഴിഞ്ഞ കാര്യം സ്വപ്ന പറയുന്നു. ദേവയുടെ കൂട്ടുകാർ കല്യാണം വിളിക്കാത്തതിൽ നീരസം അറിയിച്ചപ്പോൾ അതൊരു സാധാരണ രീതിയിലുള്ള കല്യാണം അല്ലായിരുന്നെന്നും വീട്ടിലെ വേലക്കാരിയുമായി ദേവയ്ക്ക് രഹസ്യമായി അടുപ്പമുണ്ടായിരുന്നെന്നും ആളുകൾ കൂടി ബഹളം വെച്ച് രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ചതാണെന്നും സ്വപ്ന പറയുമ്പോൾ ദേവയുടെ കൂട്ടുകാർ വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്നു. അത്രയ്ക്ക് ഭയങ്കരിയായിരുന്നോ ആ വേലക്കാരി എന്ന് ദേവയുടെ കൂട്ടുകാർ ചോദിക്കുമ്പോൾ ആനന്ദ് വർമ്മ അത് തിരുത്തുന്നു. എന്നാൽ സ്വപ്ന വിടാൻ തയ്യാറായിരുന്നില്ല. കൺമണിയെ ഞാൻ വിളിച്ചു കൊണ്ടുവരാമെന്നും പറഞ്ഞ് സ്വപ്ന വീട് മൊത്തം പരതുന്നുണ്ടെങ്കിലും കണ്ടു കിട്ടുന്നില്ല. അവസാനം സ്വപ്ന ദേവിയുടെ കൂട്ടുകാരോടായി പറയുന്നു, ഇത് തന്നെയാണ് കൺമണിയുടെ സ്വഭാവമെന്നും തെരുവിൽ അരഞ്ഞു തിരിഞ്ഞ് നടന്നവളല്ലേ, എപ്പോഴും ഇങ്ങനെ വീട് വിട്ട് പോകാറുണ്ടെന്നും പറയുമ്പോൾ ദേവ അങ്ങോട്ട് വരുന്നു. ദേവിയുടെ കൂട്ടുകാർ ദേവയോട് കല്യാണത്തിന് വിളിക്കാത്തതിലുള്ള നീരസം അറിയിക്കുന്നു. ഇതിൻ്റെ ശിക്ഷയായി തങ്ങൾ പറയുന്നിടത്ത് ഭാര്യയുമായി വരണമെന്നും ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ടെന്നും കൂട്ടുകാർ പറയുമ്പോൾ കൺമണിയെ കണ്ടിട്ടേ പോകാവൂ എന്ന് സ്വപ്ന ആവർത്തിക്കുന്നു. എന്നാൽ ഇപ്പോൾ സമയമില്ലെന്ന് പറഞ്ഞ് ദേവയുടെ കൂട്ടുകാർ പോകാൻ ഇറങ്ങുന്നു. നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി താൻ പിന്നീട് പറയാമെന്ന് ദേവ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ് അവരെ യാത്രയാക്കുന്നു. ശേഷം കാണിക്കുന്നത് ആശ്രമമാണ്. ആശ്രമത്തിൽ നിന്നും തൊഴുതിറങ്ങിയ കൺമണി അവിടുത്തെ സ്വാമിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദേവ അവിടേക്ക് വരുന്നു. കൺമണി ആരോടും ചോദിക്കാതെ ആശ്രമത്തിൽ വരുന്നതിനെ ചൊല്ലി ദേവ കൺമണിയോട് ദേഷ്യപ്പെടുന്നു. എന്നാൽ സുശീലാമ്മയ്ക്ക് താൻ മൂലം ഒരു നാണക്കേടും ഉണ്ടാകരുതെന്ന് കരുതിയ ആശ്രമത്തിലേക്ക് വന്നതെന്നും ദേവ പോലും അറിയാതെ ദേവിയുടെ കൂട്ടുകാർ അവിടെ വരണമെങ്കിൽ ആരുടെ പ്ലാനാണെന്ന് ഊഹിക്കാമല്ലോ എന്ന് കൺമണി പറയുമ്പോൾ കൺമണിയുടെ മനസ്സിലെ നന്മ ദേവ വീണ്ടും തിരിച്ചറിയുന്നു. ഇതേ സമയം വീട്ടിലെത്തിയ കൺമണിയെ അനന്യയും സ്വപ്നയും സുശീലാമ്മയും ആരോടും പറയാതെ പുറത്തു പോയതിനെ ചൊല്ലി ചോദ്യം ചെയ്യുന്നു. ദേവ ഇതിനിടയിൽ ഇടപെടുന്നു. ഇതൊക്കെയാണ് പാടാത്ത പൈങ്കിളി സീരിയലിലെ ഇന്നത്തെ വിശേഷം. റിവ്യൂ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ.